പ്രിയപ്പെട്ടവരെ, നമസ്കാരം. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് അസിഡിറ്റി എന്ന് പറഞ്ഞ രോഗം ഉണ്ടോ? അസിഡിറ്റി കൊണ്ട് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടോ? നിങ്ങളുടെ സമയം പോകുന്നുണ്ടോ? നിങ്ങൾ ഹോസ്പിറ്റലിൽ കയറുകയാണോ നടക്കുന്നത്? അസിഡിറ്റി നിങ്ങൾക്ക് പിടിപെട്ടിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾ ഇത്ര കാലം ഏതെങ്കിലും മരുന്നെടുത്ത് കുഴിക്കാനോ മരുന്ന് മേടിക്കാനോ അല്ല പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ രീതികൾ മാത്രം നിയന്ത്രിച്ചാൽ മാത്രം അസിഡിറ്റി മാറും. 1, ചായ കുടിക്കരുത്. 2, രാവിലെ എണീക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുക. ചൂടുള്ള ആഹാരം കഴിക്കരുത്. ആറിയതിനു ശേഷം കഴിക്കുക. തണുത്ത പഴഞ്ചോറോ മറ്റ് തണുത്ത സാധനങ്ങളോ കഴിക്കാൻ പാടില്ല. ഐസ്ക്രീം കുടിക്കരുത്. മാങ്ങാ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, ചക്ക ചേർന്ന ജ്യൂസുകളൊന്നും കുടിക്കാൻ പാടില്ല. അപ്പോൾ അതേപോലെ തന്നെ മീൻ, ചാള കൂട്ടരുതും മത്തി കൂട്ടരുതും. ഇതിൻ്റെ മാർഗങ്ങൾ അതാണ്. കട്ടിയുള്ള ആഹാരം ഒഴിവാക്കുക. എരി പാടില്ല. രാവിലെ ആഹാരം കഴിക്കുമ്പോൾ കട്ടിയുള്ള ആഹാരം കഴിക്കരുത്. ഉച്ചയ്ക്കും കഴിക്കരുത്. രാത്രി കിടക്കാൻ നേരത്ത് ആഹാരം കുറച്ചേ കഴിക്കാവൂ. രാത്രി കിടക്കുമ്പോൾ കട്ടിയുള്ള ആഹാരം കഴിക്കാൻ പാടില്ല. രാത്രി കഴിക്കുമ്പോൾ കട്ടിയുള്ള ആഹാരം കഴിക്കരുത്. ആഹാരം കഴിക്കുമ്പോൾ ചവച്ച് ഇറക്കുക. വല്ലപ്പോഴും കൂടി നിങ്ങൾക്ക് കുറവെന്ന് കാണുമ്പോൾ ഇറച്ചിയോ മറ്റു കാര്യങ്ങളോ കഴിക്കാം. ഈ അസുഖം കൂടി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ മുട്ടയോ കോഴിയിറച്ചിയോ മറ്റൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ബീഫോ മറ്റു കട്ടിയുള്ള ഒന്നും കൂടാൻ പാടില്ല, ചൂടാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത ഒരു അനുഭവം കൂടെ പറയാം. നിങ്ങൾ ഉറക്കം കുറഞ്ഞാൽ അസിഡിറ്റി കൂടും. ഉറക്കം ഒഴിഞ്ഞാൽ അസിഡിറ്റി ഒരുപക്ഷെ കൂടി വരും. ഉറക്കം ഒഴിഞ്ഞാൽ പിന്നെ അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് വേറൊരു അനുഭവം കൂടെ പറയാണ്. അങ്ങനെ ജ്യൂസുകൾ ഐറ്റങ്ങൾ കുറയ്ക്കുക. നിങ്ങൾക്ക് പഴയ തൈര് ചട്ടിയിൽ പുലിശ്ശേരി കാച്ചിയ പഴയ ചട്ടിക്കകത്തുള്ള ചട്ടിയിലിരിക്കുന്ന പുലിശ്ശേരി ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം ചട്ടിയിൽ പുലിശ്ശേരി കാച്ചിയത് 2 ദിവസം പഴക്കമുള്ള പുലിശ്ശേരി നിങ്ങൾക്ക് 2 കവള് കുടിക്കാം. 2 തുടം കുടിക്കാം. 2-3 ദിവസമായിട്ട് കുടിക്കാം. ഇത്രത്തോട്ട് 3 ദിവസം പഴക്കുന്ന 4 ദിവസം 5 ദിവസം പഴകിയ പുലിശ്ശേരിയാണ് അസിഡിറ്റിക്ക് കാലി വയറ്റി നിങ്ങൾ കുടിക്കേണ്ടത്. പുലിശ്ശേരി മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതേ കണക്കായിരിക്കണം. തൈര് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നാരങ്ങ വെള്ളം ആരും മേടിച്ചെന്നാൽ കുടിക്കരുത്. ഭയങ്കര പ്രശ്നമാണ് അസിഡിറ്റിക്ക്. അതുകൊണ്ട് നാരങ്ങ വെള്ളം കുടിച്ചാൽ വളരെ ഡേഞ്ചറാണ്. ഏറ്റവും ഡേഞ്ചറാണ് ചായ. രണ്ടാമത് കട്ടൻ ചായ, പിന്നെ ജ്യൂസ്, പിന്നെ ചൂടാറിയ ആഹാരം. എരിയുള്ള ആഹാരം ഒട്ടും കൂട്ടാൻ പാടില്ല. കുറഞ്ഞതിന് ശേഷമേ നിങ്ങൾ കൂട്ടാവൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിയന്ത്രിക്കുക. ഈ അസിഡിറ്റിയുടെ ഏറ്റവും വലിയ ലക്ഷണം നിലവിലുള്ളവർക്ക് മലം പോകാതിരുന്നാൽ ഒന്ന് മനസ്സിലാക്കണം. അസിഡിറ്റി കൂടുതൽ വരാൻ പോകുന്നതാണ് സൂചന. ഇപ്പം നമുക്ക് നല്ല രീതിയിൽ ഇരിക്കുന്ന ഒരാൾ നമുക്ക് എന്തുകൊണ്ട് നാളെയാണ് അസുഖം പിടിപെടുന്നത് അല്ലെങ്കിൽ മറ്റന്നാണ് അസുഖം വരുന്നത്, അസിഡിറ്റി കൂടാൻ സാധ്യത ഉള്ളപ്പോൾ നമുക്ക് നേരത്തെ തരുന്നൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മളെ മലം കട്ടിയാവും. നമ്മളെ മലം ഒരിക്കലും പോകത്തില്ല വയറ്റിൽ നിന്ന്, വളരെ കട്ടിയാവും. കാരണം നമ്മൾ നൈസ് കഴിച്ചാലും കട്ടിയായിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് പാളയത്തോടെ പഴം നമുക്ക് 2 എണ്ണം കഴിക്കാം ഇടയ്ക്ക്. കൂടുതൽ പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നത് കുഴപ്പമില്ല. അതേപോലെ തന്നെ മുന്തിരി കഴിക്കണ്ട, അതിനകത്തൊരു ആസിഡ് ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളൊക്കെ അറിയാലോ. പ്രധാനമായിട്ട് ചായ കുടിക്കരുത്, കട്ടൻ ചായ കുടിക്കരുത്, ചൂടാറിയ ആഹാരം, എരി കുറയ്ക്കണം, ജ്യൂസുകൾ ഒഴിവാക്കണം. കുറയാൻ വേണ്ടി നിങ്ങൾ കഴിക്കേണ്ടത് ഏറ്റവും വലിയ നിങ്ങളുടെ ഭക്ഷണം എന്താണെന്ന് ചോദിക്കും. എന്താ നിങ്ങൾ കഴിക്കേണ്ടത്? നിങ്ങൾക്ക് കഴിക്കേണ്ടത് പൂരപ്പൊടി. ഈ എഴുത്തിലൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്ന പൊടിയുണ്ട്. ആ പൊടി പാലിൻ്റെ കൂടെ കുറുക്കിയിട്ട് നിങ്ങൾക്ക് കിടക്കാൻ നേരത്തും രാവിലെയൊക്കെ ഒരേ ഗ്ലാസ് കുടിക്കാം. 2 ഗ്ലാസ് വെച്ച് കുടിക്കാം. ഏതെങ്കിലും ആഹാരം കഴിക്കുന്നതിന് മുമ്പ് 10 മിനിറ്റ് ഉള്ളപ്പോൾ കുടിക്കുക. അത് നിങ്ങളെ വയറ്റിന് കുടലിനെ ശക്തിപ്പെടുത്തിയും എൻ്റെ ഒരു അനുഭവമാണ്, മറ്റുള്ളവർക്കുള്ള അനുഭവമാണ്. ഞാൻ ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ ഉള്ള കാര്യങ്ങൾ മെഡിക്കലിൽ നിന്ന് കേട്ട കാര്യമാണ് നിങ്ങളെ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവിടെ വരെ പോകണ്ട. ഇത് ഗുളിക കഴിച്ചോ മരുന്ന് കഴിച്ചോ കുറയുന്നതല്ല. നമ്മൾ ഇങ്ങനെയുള്ള അസുഖമുള്ള ആൾക്കാർ സ്മോക്ക് ഒഴിവാക്കണം, മദ്യം ഒഴിവാക്കണം. അതുകൂടെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് കുറയാൻ പൂരപ്പൊടി കലക്കി കുടിക്കുക. പാലിൻ്റെ കൂടെ നിങ്ങൾ വെള്ളവും വളരെ ധാരാളം കുടിക്കുക. പൂരപ്പൊടി കലക്കി കുടിക്കുക. വീണ്ടും പറയുകയാണ്, പുലിശ്ശേരി കുടിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ധാരാളം വെള്ളം കുടിക്കാം. അപ്പം 3 ഐറ്റം നമ്മൾ എപ്പോഴും പറയുന്നത്. 1, ആഹാരം ചവച്ചിറക്കണം, ചൂടാറിയ ആഹാരമായിരിക്കണം, പുലിശ്ശേരി കുടിക്കാം, വെള്ളം ധാരാളം കുടിക്കാം. ഈ കാര്യം ഇത്രയും നിങ്ങൾക്ക് കുറയാൻ വേണ്ടിയുള്ള ഐറ്റമാണ്. നിങ്ങൾക്ക് ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് അസിഡിറ്റിയിൽ നിന്നും ഗുണം കിട്ടും. കമൻറ്റ് നിങ്ങൾ രേഖപ്പെടുത്തുക. കമൻറ്റ് ചെയ്യാതിരിക്കലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സഹോദരൻ പറഞ്ഞ അഭിപ്രായം എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്, മറ്റാരുടെ അല്ല. ഞാൻ ഇങ്ങനെയാണ് നിയന്ത്രിച്ചത്. ഇപ്പോൾ ഞാൻ സുഖമായി ഇരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്കും ഇപ്പം എനിക്ക് ഇച്ചിരി കൂടുതലല്ല. അപ്പം ഞാൻ ഇപ്പം ഈയിടെ സമയത്തൊക്കെ നിയന്ത്രണം വിട്ടുപോയി. ചൂടാഹാരങ്ങളും എരിയൊക്കെ കൂടുതൽ കൂട്ടിയേണ്ടി വരും. ഒരുപാട് അനുഭവമുണ്ട്. ഇപ്പം കൂടുതലാണ്. ആ അനുഭവമാണ് നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കുന്നത്. നിങ്ങൾക്കും യാത്രയുടെ ഇടയിലും ദൂരെ ജോലിക്കൊക്കെ ഉള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടായ ഒരു അസുഖമാണ്. മരുന്ന് കഴിച്ചാൽ കുറയുന്നൊരു അസുഖമല്ല ഇത്. താൽക്കാലികമായി
കുറയുന്നതാണ് 15 മിനിറ്റ് ഒരു ദിവസത്തേക്കാ തരുന്ന മരുന്ന്. പക്ഷെ നമ്മൾ ആഹാരം നിയന്ത്രിക്കുക, നമ്മളെ കയ്യിൽ തന്നെ നമ്മളെ പ്രവൃത്തിയിൽ കൂടെ തന്നെ ഇരിക്കുന്ന രോഗം അകത്തുക. നമ്മളെ പ്രവൃത്തിയിലാണ് നമ്മളെ പ്രവൃത്തി നല്ലതാണെങ്കിൽ ആ രോഗം അകന്നു പോകും. കാരണം പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്തുവാ, നമ്മൾ ചെയ്യുന്ന ആഹാരം കഴിക്കുന്ന നയങ്ങളും അതിൻ്റെ രീതികളും ഒക്കെ നിങ്ങൾക്ക് പങ്കുവച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമസ്കാരം. നിങ്ങൾ അതേ കണക്ക് ചെയ്യട്ടെ, രോഗത്തിൽ നിന്നും നിങ്ങൾക്ക് ഇവിടെ വാങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലത്തു നിന്നും ശില്പി രാജേന്ദ്ര പ്രസാദ് KM മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി.